ഒരിക്കൽ ഒരു കാട്ടിൽ റുട്ടു എന്നു പേരുള്ള ഒരു എലിയുണ്ടായിരുന്നു. ബിട്ടുവിന് ചിത്രശലഭങ്ങളെ വളരെ ഇഷ്ടമാണ്. ആ കാട്ടിലെ മൃഗരാജാവായിരുന്നു ധീരനു നല്ലവനുമായ ലിയോണ എന്നു പേരുള്ള സി. ഒരു ദിവസം ചെറിയ വലയെടുത്ത് ബിട്ടു ചിത്രശലഭത്തെ പിടിക്കാൻ പുറപ്പെട്ടു. നല്ല വർണ്ണങ്ങളുള്ള ഒരു ചിത്രശലഭ ഒരു ചെടിയിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. ചിത്രശലഭത്തെ പിടിക്കാൻ ബിട്ടു ഓടി. പക്ഷേ ചിത്രശലഭം ചെടികളിലേക്ക് ഇരുന്നു പറന്നു നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആ ചിത്രശലഭം ഒരു വലിയ പാറയുടെ മുകളിൽ ഇരിക്കുകയാണ്. പതുങ്ങി പാറപ്പുറത്തേക്ക് കഷ്ടപ്പെട്ട് കയറിയ റുട്ടു ചിത്രശലഭത്തെ വലയിലാക്കാൻ ആഞ്ഞ് ഒരു അടി അടിച്ചു. ചിത്രശലഭം വലയിലായുമില്ല. പാറപ്പുറത്തു നിന്ന് ബിട്ടു താഴെയും വീണിടത്തു നിന്ന് എണീറ്റ് വീണ്ടും ഇട നോക്കി ഓടാൻ നോക്കുന്ന ബിട്ടു പിന്നിൽ നിന്നു ഗർജന കേട്ടു. ലിയോണയായിരുന്നു അത്. ആരു നീ? എന്റെ മുക്കിന്മേൽ നീ എന്തിനടിച്ചു? ഈ കാട്ടിലെ രാജാവായ ലിയോണയാണ് ഞാൻ, ലിയോണ അലറി പറഞ്ഞു. ഭയമില്ലാതെ ബിട്ടു പറഞ്ഞു. രാജാവായാലും നീ ആയാലും പോകുന്ന വഴിയിൽ അങ്ങ് എന്തിനു വന്നു കിടന്നു? പാറപ്പുറമാണെന്ന് കരുതിയാ ഞാൻ കയറിയത്. എന്റെ ചിത്രശലഭത്തെ പിടിക്കാൻ. ബിട്ടുവിന്റെ കൈയിൽ പോക്കിയെടുത്തു. എന്നെ വിടൂ, ഞാൻ എന്റെ ചിത്രശലഭത്തെ പിടിക്കട്ടെ, ബിട്ടു ലിയോണയോട് പറഞ്ഞു. ഒരു ചെറിയ എലിയായ നിനക്ക് കാട്ടിലെ രാജാവായ എന്നെ ഭയമില്ലേ? സി. ചോദിച്ചു. ഞാനെന്തിനു ഭയക്കണ? ഞാനൊരു തെറ്റു ഇല്ലല്ലോ. ഞാനൊരു ചെറിയ എലി തന്നെ. പക്ഷേ എന്റെ സഹായം ഒരു ദിവസം അന്ന് താങ്കൾ എന്റെ ബിട്ടു പറഞ്ഞു. ഒരു ചെറിയ എലിയെക്കൊണ്ട് ഒരു രാജാവിന് എന്ത് കാര്യം? നീ പോയിക്കോളൂ. ലിയോണ ബിട്ടുവിനെ താഴെ വെച്ചു. നന്ദി രാജാവേ, കാണാം. ബിട്ടു ലിയോണയോട് നന്ദി പറഞ്ഞു. ചിത്രശലഭ പോയ വഴിയെ ബിട്ടു തന്റെ ചെറിയ വലയുമായി ഓടി. ഒരു ദിവസം കാട്ടിൽ 2 നായാട്ടുകാരുടെ വലയിൽ ലിയോണ വീണു. രക്ഷപ്പെടാൻ ലിയോണ എല്ലാ പരിശ്രമവും നടത്തി. നല്ല വണ്ണവും ബലവുമുള്ള കയറുകൊണ്ടുള്ള വല സിംഹത്തിന്റെ പല്ലുകൾ കൊണ്ട് കടിച്ചിട്ടു പോലും വല പോട്ടുന്നില്ല. സിംഹം അലറി. കാട്ടിലും ആന, ജിറാഫ്, പുലി, കുറുക്കൻ, സീബ്ര, മുയൽ, മാൻ മുതലായ എല്ലാ മൃഗങ്ങളും രാജാവിനെ വലയിൽ നിന്നും പുറത്തെടുക്കാൻ പരിശ്രമിച്ചു. സാധിക്കുന്നില്ല. നായാട്ടുകാർ ഇപ്പം വരും, വേഗം എന്നെ രക്ഷിക്കൂ, സിംഹം ഉച്ചത്തിൽ അലറി. രാജാവിന്റെ ഉച്ചത്തിലുള്ള അലർച്ച ബിട്ടു കേട്ടു. ബിട്ടു വേഗം ഓടി ലിയോണയുടെ അടുത്തെത്തി. കാട്ടിലെ എല്ലാ മൃഗങ്ങളും നിസ്സഹായരായി വലയിൽ കിടക്കുന്ന ലിയോണയ്ക്ക് ചുറ്റും നിൽക്കുന്നു. വണ്ണവും ബലവുമുള്ള കയർ. എന്തു ചെയ്യും? ബിട്ടു സ്വയം പറഞ്ഞു. ഇല്ല, ഇരുമ്പ് പോലും കടിച്ചു പൊട്ടിച്ചിട്ടുള്ള ഈ പല്ലുകൾക്ക് ഈ കയർ പൊട്ടിക്കാൻ എന്ത് പ്രയാസം? ബിട്ടു സാവകാശം ലിയോണയുടെ അടുത്ത് ചെന്ന് വല കൈയിലെടുത്ത് ഇരു കണ്ണുകളും അടച്ച് അല്പാൽപ്പം വല കടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. അത്ഭുതം! ഇതാ വലയുടെ കയർ പൊടിയായി മുറിയുന്നു. 1 കണ്ണി, 2 കണ്ണി, 5 കണ്ണി, 7 കണ്ണികൾ വല മുറിഞ്ഞു. ലിയോണയ്ക്ക് ഇപ്പോൾ പുറത്ത് കടക്കാം. ചുറ്റു ഇരുന്ന എല്ലാ മൃഗങ്ങളും ബിട്ടുവിനെ കൈയടിച്ച് അഭിനന്ദിച്ചു. വലയിൽ നിന്നും പുറത്തു വന്ന ലിയോണ ബിട്ടുവിനെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു. ഇത്ര ശക്തരും വലുപ്പവുമുള്ള എന്റെ ഈ പ്രജകൾ ആർക്കും എന്നെ രക്ഷിക്കാനായില്ല. ഒരു ദുർബലൻ, നിസ്സാരനും കുഞ്ഞനുമായ നീ എന്നെ ഈ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. നീയാണ് യഥാർത്ഥ സുഹൃത്ത്. ഇന്നു മുതൽ നമ്മൾ കൂട്ടുകാരാണ്. അങ്ങനെ ബിട്ടുവും ഉറ്റ സുഹൃത്തുക്കളായി. ആവശ്യങ്ങളിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്.